ഈ കുമ്പളകൾ എന്ത് സോഫ്റ്റ് ആണല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പുട്ട് നമുക്ക് കഴിച്ചാലോ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് പഞ്ഞിപ്പുട്ടാണ്. അത് വരുന്നതാട്ടെ അയർലൻഡിൽ നിന്ന്. എൻ്റെ സിസ്റ്റർ ദിവ്യയാണ് ഇന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. ദിവ്യ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ കുട്ടനാടൻ താറാവ് കറി നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ ലാസ്റ്റ് ടൈം ചെയ്ത ഡക്ക് റോസ്റ്റിന് നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒത്തിരി നന്ദി. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കുന്നത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഒരു പുട്ടാണ്. ആ പുട്ടിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെറുപയറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഈ പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പുട്ടിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ചെറുപയറാണ്. അത് നമ്മൾ വെള്ളത്തിലിട്ട് 12 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറുത്ത പുട്ടുപൊടി, ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു 3 ചുള വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, കുഞ്ഞുള്ളി ആവശ്യത്തിന്, പച്ചത്തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, കടുക് ആവശ്യത്തിന്, കറിവേപ്പില. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പച്ചപ്പയർ വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് പച്ചപ്പയർ കുതിർത്ത് 12 മണിക്കൂർ കുതിർത്ത് നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ആ പയർ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാം. ഞാൻ ഓൾറെഡി കഴുകി വെച്ചിരുന്ന പയറാണ്, അപ്പോൾ ആ വെള്ളം തന്നെ യൂസ് ചെയ്യുന്നു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ല നകക്കെ വെള്ളം ഒഴിച്ച്, നകക്കെന്നൊരിച്ച് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ പാൻ മൂടി വെച്ച് പയർ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. നന്നായിട്ട് വേകട്ടെ. പയർ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ പുട്ടിന്റെ പൊടി റെഡിയാക്കി എടുക്കാം. പുട്ടിന് ആവശ്യമായ പുട്ടുപൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വറുത്ത പുട്ടുപൊടിയാണിത്. ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചുള്ള പുട്ടുപൊടി എടുക്കുക. ഇനി നമ്മൾ പുട്ടിന്റെ പൊടി നനയ്ക്കാൻ പോവുകയാണ്. ചെറു ചൂടുവെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ചെറു ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് മിക്സ് ചെയ്ത് ചെറു ചൂടുവെള്ളം കൊണ്ടാണ് നമ്മൾ പുട്ടിന്റെ പൊടി നനയ്ക്കാൻ പോകുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ പുട്ടിന്റെ പൊടി നനച്ചെടുക്കാം. ഉപ്പ് എല്ലായിടത്തും കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി നനഞ്ഞു പോയിട്ടില്ല, നിങ്ങൾക്ക് കാണാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്താണ് ഇങ്ങനെ നനച്ചെടുത്തത്. ഇനി നമ്മൾ സോഫ്റ്റായിട്ട് പുട്ട് കിട്ടണമെങ്കിൽ, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പുട്ട് പഞ്ഞിപ്പുട്ടെന്നാണ് ഞങ്ങളതിനെ വിളിക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് അതുണ്ടാക്കണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, കാണിക്കാം. ഇനി ഞാനൊരു അരിപ്പ എടുത്ത് ഈ നനച്ച പുട്ടുപൊടി അരിച്ചെടുക്കാൻ പോവാണ്. മറക്കരുത്, നനച്ച പുട്ടുപൊടിയാണ് നമ്മൾ അരിച്ചെടുക്കാൻ പോകുന്നത്. ഇത് അരിച്ച് വരുമ്പോഴത്തേക്കും വളരെ ലംസ് ഒന്നും ഇല്ലാതെയാണ് നമുക്ക് ഈ നനഞ്ഞ പുട്ടുപൊടി കിട്ടുന്നത്. നമ്മളിതുപോലെ അരിച്ചെടുക്കാം. നമ്മളിങ്ങനെ അരിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പഞ്ഞി പോലെ പുട്ട് കഴിക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചിട്ട് ഇങ്ങനെ തെള്ളിയെടുത്ത്
പുട്ടുണ്ടാക്കുമ്പോഴാണ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ തെള്ളിയേക്കുന്ന പൊടി നല്ല മഞ്ഞ് വീണ് കിടക്കുന്ന പോലെയുണ്ട്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ. അത് അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു പുട്ടാണ്. നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അത് കഴിക്കാനായിട്ട്. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകണ്ട. ഞാൻ ആ പയറിൽ നിന്ന് കുറച്ച് പയർ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുവാണ്. നമുക്ക് പുട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് വേവിക്കാനുള്ളതാണ്. ഇതിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള പയർ നമ്മൾ കറിയാക്കാൻ പോവുകയാണ്. അത് പുട്ടിൻ്റെ കൂടെ പുട്ട് തന്നെ പുഴുങ്ങിയെടുത്തിട്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയാകാം. ഓക്കെ, നമുക്കിപ്പോൾ കാണാം നമ്മുടെ പൊടിയെല്ലാം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി നമ്മൾ ഒരേ സമയം തന്നെ നമ്മുടെ പുട്ടും പയർ കറി പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുകൂടത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് പുട്ടുകൂടെ അടുപ്പത്തിരിക്കട്ടെ. അതിൻ്റെ പുട്ടുകൂടത്തിൽ ആവി വരുന്നവരെ നമുക്ക് സമയമുണ്ട് പുട്ട് ഫില്ല് ചെയ്യാനായിട്ട്. ആ നേരം കൊണ്ട് നമുക്ക് പയർ കറി വയ്ക്കാം. പയർ കറിക്ക് വേണ്ട ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക്, ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പയറിൽ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഫസ്റ്റ് ഇത് കഴിക്കുമ്പോൾ മാത്രം ഇത് കുറച്ച് ഉപ്പിട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ആഡ് ചെയ്യും. ഇത് ചാറായിട്ട് വേണ്ടവർക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ചാറായിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ നന്നായിട്ട് വെള്ളം വരച്ചെടുക്കാം. പുട്ടിന് വേണ്ടിയിട്ട് എടുത്ത ബാക്കിയുള്ള പയർ കൊണ്ട് ഒരു അടിപൊളി പയറുകറി റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ പയർ വേവിക്കണം. അപ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ പയർ വേവിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറിയും കൂടെ ആവും. ഇത് റെഡിയായിട്ടുണ്ട്. പുട്ടുകുടത്തിൽ വെച്ച വെള്ളത്തിൽ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ പൊടി നിറച്ച് അതിൽ വയ്ക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ തേങ്ങാപ്പീര ഇടണം. തേങ്ങ ചിരകിയത്, പച്ച തേങ്ങ ചിരകിയത് ഏറ്റവും അടിയിൽ പച്ച തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുക. ടേബിൾ സ്പൂൺ പച്ചത്തേങ്ങ ചിരകിയത് ആദ്യം നമ്മൾ അടിയിലിട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ തെള്ളി വെച്ചിരിക്കുന്ന നനച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അതായത് അതിൻ്റെ ഏകദേശം ഒരു ഹാഫ് ആകുന്നവരെ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പയറിട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പുട്ടുകുറ്റിയുടെ വലിപ്പം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ബാക്കി വീണ്ടും നമ്മൾ പൊടി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ വീണ്ടും തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്ക് പുട്ടുകുറ്റി അതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതായിട്ട് ഇതിലൂടെ ആവി വരട്ടെ. പുട്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്കിനി അത് ഒരു വാഴയിലയിലേക്ക് മാറ്റാം. വാഴയില കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ വാഴയിലയുടെ പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്.
ചില്ലെടുത്ത് മാറ്റാം. അടുത്ത പുട്ട് വയ്ക്കാം. പുട്ട് ഇഷ്ടമാണോ? അല്ല, ഇഷ്ടമാണോ? അത് ചക്കപ്പുട്ട്, അത് ടവർപ്പുട്ട് വേണോ? ടവർപ്പുട്ടാ തരാട്ടോ. നമുക്കൊരു ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ പയറിട്ട് 2 പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിരട്ടപ്പുട്ട് പയറിടാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ തെള്ളാത്ത പൊടി കൊണ്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാണ്. നോക്കുമ്പോൾ തന്നെ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സമയമെടുക്കുന്ന പരിപാടിയാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് കഴിച്ച് നോക്കാം. ഇന്നിപ്പോൾ ഞാൻ പുട്ട് കഴിക്കാൻ പോകുന്നത് കറിയൊന്നുമില്ല, ആ പയർ ഇടയ്ക്ക് വെച്ച പയറും ഈ പുട്ടും മാത്രമായിട്ടാണ് കഴിച്ചു നോക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വായനിടുമ്പോൾ തന്നെ അതൊരു അലിഞ്ഞു പോകുന്ന ഒരു ഫീലാണ് അതിന് വരുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഒത്തിരി നല്ലതാണ്. നമ്മൾ സാധാരണ അല്ലെങ്കിൽ പുട്ട് കഴിക്കുമ്പോൾ നമുക്ക് ചാറുകറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അത്ര സോഫ്റ്റ് ആയിട്ടൊരു പുട്ടാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കത് കഴിച്ചു നോക്കാം. വായിച്ചു നോക്കിയേ.